2 ദിവസം ഇവർ വരത്തില്ലായിരുന്നു കേട്ടോ. കുളം വരച്ച വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പോൾ അതിനുശേഷമുള്ള അപ്ഡേഷനാണ്. 2 പേരാണ് കേട്ടോ. ഇത് പെയറായിട്ടാണ് കിടക്കുന്നത്. ഞാൻ ഇപ്പോൾ എടുത്തുകൊണ്ടുവന്ന ആളെ എടുക്കാൻ വേണ്ടി ഒരു കാരണമുണ്ട്. വലിയ ടാങ്കിൽ നിന്ന് പിടിച്ചിട്ട് ഷാർക്ക് ലൈവ് എടുക്കും. തുടക്കത്തിൽ തന്നെ ഈ ഫിഷിനെ കാണിച്ചപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇത് മാത്രമല്ല, നമ്മുടെ വീട്ടിലോട്ടെത്തി. ലക്കിയും നിധിയുമായിട്ട് അവിടെ നിൽപ്പുണ്ട്. നമുക്കപ്പോൾ വണ്ടി ഇങ്ങോട്ട് വർക്ക് ചെയ്യാം. ഓക്കെ, എന്തായാലും ഒരു കവറെടുത്ത് ബാക്കിലും ഒരു കവറെടുത്ത് ഇവിടെ ഇട്ടിട്ടുണ്ട്. നിധിയുടെ ചോദിച്ചാൽ കഴിഞ്ഞാൽ എന്താ മേടിക്കാൻ വേണ്ടി പോയെന്ന്. ഇതെവിടെ പോണേ രണ്ടും കൂടി? ഓ, ലക്കിയും കൊണ്ട് നടക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. സമയം വന്നിട്ട് 5:45 കഴിഞ്ഞു. കുറച്ചധികം ലേറ്റായിപ്പോയി. കാരണം വഴിയിൽ മൊത്തം സമ്മേളനവും എന്തൊക്കെ സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് കറക്റ്റ് സമയത്ത് എത്താൻ വേണ്ടി പറ്റിയില്ല. ഒരുത്തം കിടന്ന് ഇപ്പോഴേ ബഹളമാണ്. നിധി, ഞാൻ എന്താ മേടിക്കാൻ വേണ്ടി പോയത്? ഫീഡ് എടുക്കാനോ? അപ്പോൾ ഫീഡ് കൊണ്ടുവന്ന് ഫീഡ് ഉണ്ടെന്നൊക്കെ കൊടുക്കുക അവർക്ക് ലൈവായിട്ട്. നമ്മുടെ വലിയ ടാങ്കിൽ നിന്ന് പിടിച്ചിട്ട് ഷാർക്ക് ലൈവ് എടുക്കുമോ? എടുക്കൂലേ? പക്ഷെ അവർ ലൈവ് എടുക്കും. അവരും മോളീസിനെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ അകത്ത് നമുക്ക് സാധനമുണ്ട് കൊണ്ടുവന്നേക്കുന്നത്. അതല്ലാണ്ട് വേറെ എന്തെങ്കിലും കാണുമോ? ഇതെന്നാ? ഞാൻ ഇപ്പോൾ തുറക്കാൻ വേണ്ടി പോകുമ്പോൾ നോക്കിക്കോണേ. ഇതിൻ്റെ അകത്ത് സാധനം ഉണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്തെ അയ്യോ ലക്കിങ് വാ. ഇതിനകത്ത് സാധനം കൊണ്ടുവന്നു. എന്താണെന്ന് അറിയാമോ? തുറക്കാൻ പോവേണേ. ഇത് കണ്ട, ഇതാണ് ഈ ചെറുക്കൻ്റെ സ്വഭാവം. അവിടെ മൊത്തം മാന്തി കണ്ട ഭയങ്കര ആകാംക്ഷയോടെ നിൽക്കുകയാണ്. അപ്പോൾ നിധിക്ക് കാണിച്ചുതരാം. യെസ്. ഓഹ്, നിധിയെ കാട്ടി ആകാംക്ഷയാണ് ലക്കിക്ക്. ഓഹ് യെസ്. നമ്മൾ തുടക്കത്തിൽ തന്നെ ഈ ഫിഷിനെ കാണിച്ചപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് മാത്രമല്ല, വേറൊരു സാധനവും കൂടിയുണ്ട്. അത് കാണണ്ടേ? യെസ്. അപ്പോൾ അത് കാണണം. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്കിപ്പ് ചെയ്യാൻ നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. തുടക്കത്തിൽ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഞാൻ ഇപ്പോൾ എടുത്തുകൊണ്ടുവന്ന ആളെ എടുക്കാൻ വേണ്ടി ഒരു കാരണമുണ്ട്. കാരണം എന്താണ് നിങ്ങൾ കണ്ടിട്ട് വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ. യെസ്. അപ്പോൾ നമ്മൾ ഷോപ്പിലോട്ട് എത്തി. ഇവിടെ കിടക്കുന്ന ഒരാളെ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് റഫായിട്ട് ഇവിടെ മൊത്തം ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഫസ്റ്റ് തന്നെ ഇവിടെ നമ്മൾ ഓസ്കാർ കിടക്കുന്നു. നൈസല്ലേ ഗപ്പി. അപ്പോൾ ഇവിടെ ആരും എടുക്കാൻ വേണ്ടി പറഞ്ഞത് ഞാൻ അവസാനം പറഞ്ഞുതരാം. ഇവിടെ വന്നിട്ട് നമ്മളെ റെയിൻബോ ഷാർക്ക് ആണ് കേട്ടോ ഈ കിടക്കുന്നത്. നൈസ്. ഇപ്പുറത്ത് വന്ന് കിടക്കുന്നത് നമ്മൾ സ്പോട്ടഡ് ക്യാറ്റ് ഫിഷാണ് കിടക്കുന്നത്. നല്ല ആൽബിനിയും ഉണ്ട് കേട്ടോ കൂട്ടത്തിൽ. വേറൊരു വെറൈറ്റി നമ്മളെ ഗപ്പി നമ്മളെ ഫ്ലാറ്റീസാണ് കേട്ടോ. ബലൂൺ മോളീസാണ് കേട്ടോ ഇത്. പക്ഷേ ഗോൾഡ് ഫിഷിൻ്റെ അടിപൊളിയല്ലേ? അത് നൈസായിട്ടുണ്ട്. ഇവിടെ വന്നിട്ടതേ നമ്മളെ പാക്കുവിൻ്റെ സ്മോൾ സൈസ്. നൈസ്, അടിപൊളിയായിട്ടുണ്ടല്ലേ. ഇവിടെ വന്നിട്ട് നമ്മളെ ഏഞ്ചൽ ഫിഷ് കിടപ്പുണ്ട്. അങ്ങനെ പോണേ. നൈസ്. ഇത് മുഴുവനും നമ്മളെ മോളീസാണ്. നമ്മൾ വലിയ ടാങ്കാണ് കേട്ടോ. നമ്മൾ അറ്റം വരെ ഉണ്ട്. മുകളിലുള്ള നമ്മളെ ഗോൾഡ് ഫിഷ്. ഈ വന്നേക്കുന്ന മുഴുവൻ നമ്മളെ ബ്രാസാണ് കേട്ടോ. അതായത് നമ്മളെ പീക്കോക്കിനും നമ്മളെ അലിഗേറ്റർ ഗാറിനൊക്കെ ഫീഡ് കൊടുക്കുന്ന സാധനം. ഓ, എന്ത് ക്വാണ്ടിറ്റിയിലല്ലേ. ഞാൻ ആക്ച്വലി ഇവന്മാരെ എടുക്കാനാണ് വന്നത്. അപ്പോഴാണ് ഞാൻ അവനെ കണ്ടത്. അപ്പോൾ അവനെയും കൂടി ചേർത്തെടുക്കാം എന്തായാലും. നമ്മളെ ഫൈറ്റേഴ്സാണ് കേട്ടോ. ഫൈറ്റേഴ്സ് ഒരു ലോഡ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കുളം പറ്റിച്ചപ്പോൾ അതൊന്നും കണ്ടില്ല. എവിടെ പോയെന്ന് ഒരു ഐഡിയ ഇല്ല. നമ്മളെ കോഴിക്കാർക്കുകൾ. ഇവിടെ നമ്മളെ പാക്കു കിടക്കുന്നു. അപ്പോൾ പാക്കുവിന് കൂട്ടായിട്ട് 2 പേര് ഇവിടെ കിടപ്പുണ്ടായിട്ടോ. നമ്മുടെ സ്നേക്ക് ഹെഡ് വെറൈറ്റിയാണ് കേട്ടോ ഈ കിടക്കുന്നത്. 2 പേരാണ് കേട്ടോ. ഇത് പെയറായിട്ടാണ് കിടക്കുന്നത്. ഇതൊന്നും നമ്മൾ ടാങ്കിലോട്ട് ഇടാൻ പറ്റില്ല കേട്ടോ. ഇവരൊക്കെ ഭയങ്കര അഗ്രഷൻ ഉള്ളവരാണ്. നിങ്ങളാരാ? ഇവരൊക്കെ എങ്ങനെ സേഫായി നിൽക്കുന്നു ഇതിൻ്റെ അകത്ത്? ഇതെങ്ങോട്ട് ഒഴുകി? ഓ, നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ. ഏകദേശം ഒരു 1 അടിക്ക് മേളിലുണ്ട് എന്തായാലും 2 പേരും. ഇത് നിൽക്കണോ? ഇവിടെ ഒരാൾ കിടപ്പുണ്ട്. ഇത് കണ്ടോ? നൈസായില്ലേ? അടിപൊളി. അവൻ്റെ റെഡ് ടൈലാണ്. അവൻ്റെ ടൈൽ കണ്ടോ? നല്ല സൂപ്പർ റെഡ് കേട്ടോ. നൈസ്. അപ്പോൾ നമുക്കുള്ള ആളെയാണ് ഇതോ എടുത്തുകൊണ്ടിരിക്കുന്നത്. വലിപ്പ വ്യത്യാസം വല്ലതും ഉണ്ടോ അവന്മാർക്ക്? ഓക്കെ. ഇതാണ് നമ്മൾ എടുക്കുന്ന ആൾക്കാർ. പ്ലാൻ ചെയ്യുന്ന ഈ ടാങ്കിലോട്ട് കിട്ടും ചാടിയാലും. ഓ യെസ്. അപ്പോൾ ആളെ എടുത്തത് ഇതാണ് ആൾ. ഓക്കെ. അപ്പോൾ ഓക്കെ.
ആക്ച്വലി ഇത് എടുക്കാൻ വേണ്ടി വന്ന ഞാനാണ് ഇത് എടുത്തുകൊണ്ട് പോകുന്നത്. അതേ ഇരിക്കുന്നേ, കാണാൻ പറ്റുന്നില്ല, എൻ്റെ അകത്ത് എവിടെയോ കിടക്കാനായിട്ടോ. നമുക്ക് എന്തായാലും പെട്ടെന്ന് വീടെത്താം, ഭയങ്കര ചൂട്, ഒരു രക്ഷയില്ല. വീടെത്തിയിട്ട് കാണാവേ. യെസ്, അപ്പോൾ കണ്ടായിരുന്നല്ലോ. അങ്ങനെ ആ ആളെയും മേടിച്ചു ഞാൻ ഇവിടെ വന്നു. ആൾ എന്താണെന്ന് എനിക്ക് പറയാൻ വേണ്ടി പറ്റൂല. നിധി കണ്ടിട്ടില്ല, നിധി കണ്ടിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഇതെവിടെ പോവാ? ലക്കിങ് വാ, ഞാൻ തുറക്കാൻ പോണ്. അടുത്തെന്തായിരുന്നു കാണണ്ടേ? ബാ. ഇത് മാത്രമല്ല, ദേ എൻ്റെ അമ്പോ, എന്താണെന്ന് മനസ്സിലായോ? നമ്മുടെ വലിയ ടാങ്കിൻ്റെ അകത്ത് ഇപ്പം ഒരു പിങ്ക് ജൈൻ്റ് അരി മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇനി അതിൻ്റെ അകത്ത് ബ്ലാക്ക് ആക്കാൻ വേണ്ടി പോവുകയാണ്. ഒരു ബ്ലാക്ക് കളർ ഉണ്ട്, അത് വന്നിട്ട് നമ്മുടെ മോൺസ്റ്റർ ടാങ്കിലാണ് കേട്ടോ ഇട്ടേക്കുന്നത്. അപ്പം അധികം സ്ട്രെസ് എടുപ്പിക്കാൻ നമുക്ക് പെട്ടെന്ന് കൂട്ടിലോട്ട് പോവാം. അപ്പോൾ അതെ, നമ്മുടെ കൂട്ടിൻ്റെ അടുത്തോട്ട് എത്തി. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ചെറുക്കന്മാർ ഇട്ട ചെറുക്കന്മാർ എന്തായാലും കാണിച്ചു തരണ്ടേ, അത് കാണിച്ചു തരാം. എല്ലാവരും ഇവിടെ കിടപ്പുണ്ട്. നമ്മുടെ വലിയ ആൾക്കാരും കുഞ്ഞാൾക്കാരും എല്ലാവരും നല്ല അടിപൊളിയായിട്ട് കിടപ്പുണ്ട് കേട്ടോ. ഓ, അവൻ ഫീഡിനാണ് കേട്ടോ. അവൻ്റെ ഹെഡ് മാറണുണ്ടോ? ഇതിനാണ്. ഓ, രാവിലെ കൊടുത്തതാ. എന്നിട്ടും അവൻ വന്ന് നിൽക്കുന്നത് ഫീഡിന് വേണ്ടിയിട്ടാണ് കേട്ടോ. രാവിലെ കൊടുത്തത് ചിക്കനാണ്, അവർക്ക് ഫീഡ് തീർന്നു പോയി. അതുകൊണ്ടാണ് ഇന്ന് ആക്ച്വലി ഫീഡ് മേടിക്കാൻ വേണ്ടി പോയത്. ഇവിടെ ആഴ്ചയിൽ ഒരിക്കൽ നമുക്ക് ചിക്കനോ ലിവറോ എല്ലാം കിടത്താൻ കുഴപ്പമൊന്നുമില്ല. ആ കൂളോട്ട് കയറാം, ബാ. അവൻ്റെ മോശ ടാങ്കിൽ തള്ളി കിടത്തി ഞാൻ. അവനെ വലിയ മീനൊക്കെ ഉണ്ടാ നോക്കിയാണ്. അവന് വേറെ ഒരു വെള്ളവും കിട്ടിയില്ലല്ലേ കുടിക്കാൻ. കഴുത്ത് അപ്പോ ഇറങ്ങി വാ. അപ്പോൾ വാ, അപ്പോൾ നമുക്ക് ഇവരെയും കൊണ്ട് നേരെ അകത്തോട്ട് പോകാം. ബാ, നമ്മൾ കൂട്ടിനകത്തോട്ട് കയറി കഥ അടച്ചിട്ടേക്കാം. അല്ലെങ്കിൽ ഇത് നോക്കിയേ, നമ്മുടെ കാടക്കോഴി, ഫാൻസി കാടക്കോഴിയെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആകാംക്ഷയിലാണ്. വേണ്ട, ഇപ്പോൾ ഒന്നും വേണ്ട. ഓ, കുളം വരച്ച വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പോൾ അതിന് ശേഷമുള്ള അപ്ഡേഷനാണ് കേട്ടോ. അവരെങ്ങനെ ഇരിക്കുന്നു എന്ന്. അവർ നല്ല ആക്റ്റീവായിട്ടിരിക്കുന്നു കേട്ടോ, സൂപ്പറായിട്ടിരിക്കുന്നു. അവിടെ ഇവിടെയൊക്കെ ആൾക്കാരുണ്ട്. വല മാറ്റിയിട്ട് ബാക്കി നമുക്ക് സംസാരിക്കാം. ഇതിപ്പോൾ നല്ല ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ ക്യാമറയിൽ കുറച്ച് ഇരുട്ടുകൊണ്ടാണെന്ന് തോന്നുന്നു കറക്റ്റായിട്ട് കാണാൻ പറ്റാത്തത്. ബാക്കിലുള്ള പാട്ട് പാടാൻ തുടങ്ങിയ സൗണ്ടും കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഭയങ്കര പാട്ട് പാടലാണ്. അപ്പോൾ റിലീസ് ചെയ്യാൻ നിധി. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എടുത്ത് ആളെ ടെമ്പറേച്ചർ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുക്കട്ടെ. എല്ലാവരും ഇവിടെ വന്നു. ആദ്യത്തെ ഒരു 2 ദിവസം ഇവർ വരത്തില്ലായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് ഇവരെല്ലാവരും വന്നത്. നമ്മൾ ഡെഡ് ആവുമെന്ന് വിചാരിച്ചതൊന്നും ഡെഡ് ആയില്ല അല്ലേ? ഓഹ്, എന്തോ ഭാഗ്യം കേട്ടോ, അത് ഡെഡ് ആയിട്ടില്ല, വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഷാർക്കിനെ അധികം വെളി കാണാനില്ല. ഷാർക്കൊക്കെ ഇതോ നമ്മളെ ജയൻറ്റ് ഗൗരാമീതോ നമ്മൾ ആക്ച്വലി ഞാൻ ഇന്ന് അവിടെ ഏകദേശം 4 പീസ് ഉണ്ടായിരുന്നു. ഞാൻ അതിൽ ഒരു പീസേ എടുത്തുള്ളൂ. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഈ ടാങ്കിൻ്റെ അകത്ത് നമ്മൾ എല്ലാ കളർ ജയൻറ്റ് ഗൗരാമിയും നമ്മൾ ഈ ടാങ്കിനകത്ത് ആഡ് ചെയ്യാൻ വേണ്ടി പോകണം. കാരണം ഈ ടാങ്കിനകത്ത് ഇട്ടാലുള്ള ഉപയോഗം യെസ് പെട്ടെന്ന് വലുതാവും കേട്ടോ. കാരണം നമ്മൾ ആ പിങ്ക് ജയൻറ്റ് ഗൗരാമിയുടെ സൈസ് നിങ്ങൾ കണ്ടായിരുന്നല്ലോ. എൻ്റെ അമ്മു എന്ന സൈസല്ലേ. ആ ടാങ്കിൻ്റെ അകത്ത് എത്രയോ നാൾ കൊണ്ട് കിടക്കുന്ന ബ്ലാക്ക് ആണല്ലേ, അതിൻ്റെ സൈസായി ഇപ്പോൾ ഇവൻ. ആ രീതിക്കായിട്ടോ. അപ്പോൾ വലിയ ടാങ്കിൽ ഇട്ടാൽ എന്തായാലും ചേഞ്ച് ഉണ്ടാവും എന്ന് പറയുന്നത് വെറുതെ അല്ല. എന്തായാലും നമ്മളിപ്പോൾ എക്സ്പീരിയൻസോടെ നമുക്കത് മനസ്സിലായി. വീട്ടിൻ്റെ അകത്ത് ഞാൻ ഒരു വലിയൊരു ടാങ്ക് സെറ്റ് ചെയ്യുന്നു, ഒരു ഗ്ലാസ് ടാങ്ക് സെറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാ വെറൈറ്റി ജയൻറ്റ് ഗൗരാമി ഇടണമെന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തിട്ട് വലുതാക്കി നമുക്ക് ഡയറക്റ്റ് അവിടെ കൊണ്ടിടാൻ വേണ്ടി പറ്റും. ഇവന്മാരെ തുറന്ന് ഇതിൻ്റെ തങ്ങിടാം. ഇതാണ് കേട്ടോ അവരെ ടാങ്ക്. ഇപ്പം ഇങ്ങോട്ട് മാറ്റി. അപ്പോൾ നമുക്ക് ഇവരെ തുറന്നങ്ങ് വിടാം. ഡേ ഒരു ലോഡ് മീനുകൾ. ഓക്കെ, ഇത് ഏകദേശം ഒരാഴ്ച പോലും തികയില്ല കേട്ടോ ഇവർക്ക്. അതെ, ഒരാഴ്ച പോലും തികയൂല. പിന്നെ തൽക്കാലം നമുക്ക് ഈ ഫീഡ് മേടിച്ചേ പറ്റുള്ളൂ, അതുകൊണ്ട് മേടിച്ചതാണ് കേട്ടോ. കാരണം അവരെ പട്ടിണിക്കിടാൻ വേണ്ടി പറ്റൂലല്ലോ. പട്ടിണിക്കിട്ടാൽ നമ്മൾ അറ്റാക്ക് ചെയ്യും. ഒരുമാതിരി വൃത്തിയായിട്ട സ്വഭാവമാണ് നമ്മളെ പീക്കോക്കിന് ഇപ്പോൾ വന്ന് പിന്നെ നമ്മളെ ഗാർഡിൽ. അപ്പോൾ ബാ, നോക്കിനിപ്പോൾ അവനെ തുറന്നു വിടാം. അവിടെ വെച്ച് വെള്ളം ഒഴിച്ച് കളയാം. ഇതാകുമ്പോൾ പിന്നെ ബാലൻസ് ചെയ്തിരുന്നോളും, കുഴപ്പമൊന്നുമില്ല. ശരി, ബഹളമായിരിക്കും, നോക്കട്ടെ. ഓ, ഇപ്പം തന്നെ ഇതിൻ്റെ അകത്ത് ബഹളമാണ്. ഓക്കെ, ഇതെനിക്കറിയോ ബഹളമായിരിക്കുമെന്ന്. ദേ നല്ല അടിപൊളി സൈസ് കേട്ടോ. ഇതിൽ വെച്ച് കാണിച്ചു തരാം. ദേ ഞാൻ കൈ കൊണ്ട് പിടിക്കാൻ പറ്റുമോ നോക്കട്ടെ. കൈ ഭയങ്കര ബഹളമാണ് കേട്ടോ ഇവന്മാർ. അല്ലേ, ഓ, എൻ്റെ കൈ വെച്ച അളവ് കാണിക്കുകയാണെങ്കിൽ കറക്റ്റ് എൻ്റെ കൈ പറ്റി അല്ലേ. ഓക്കെ, ഓ മതി. ഓക്കെ, അപ്പം ഇന്നത്തെ ഡേറ്റ് കുറിച്ച് വെച്ച് നമുക്കൊരു 6 മാസം കഴിയുമ്പോൾ ഇപ്പം നോക്കാം കേട്ടോ. ഇത് എന്തുമാത്രം സൈസ് വെച്ച് നമുക്ക് കറക്റ്റായിട്ട് നോക്കാം. ഓഹോ,
കൈ കൊണ്ടൊന്ന് റിലീഫ് ചെയ്യാനൊരു ആഗ്രഹമുണ്ട് അല്ലേ. ഇവിടെയാണേ പോട്രാ, പോട്രാ. ഓക്കെ, ദേ പോകുന്ന കൊള്ളാം കേട്ടോ. നല്ല രീതിക്ക് കുറച്ചും കൂടി ഫിഷസ് ആഡ് ചെയ്യണം. കുറച്ചും കൂടി കോഴിക്കാർപ്പിനെയൊക്കെ മേടിച്ചിട്ട് നമുക്ക് കുറച്ചും കൂടി സെറ്റാക്കാം. നമുക്ക് ഏകദേശം ഒരു 6 മാസം കഴിഞ്ഞിട്ട് നമുക്ക് ഇവരൊന്ന് പിടിച്ച് നോക്കാം കേട്ടോ. എന്തായാലും കുളം ഒരു ഹാഫ് വറ്റിക്കേണ്ടി വരും. കാരണം നമ്മൾ പുതിയൊരു ഫിൽറ്റർ സെറ്റ് ചെയ്യുമ്പോൾ എന്തായാലും നമുക്ക് നോക്കേണ്ടി വരും. അതിൻ്റെ അപ്ഡേഷനൊക്കെ നമ്മുടെ ചാനലിൽ കാണിക്കാം. അപ്പോൾ ആളെ ഇഷ്ടപ്പെട്ടോ? ഒരാളെ എടുത്താൽ പോരെ, ഒരുപാട് പേരൊന്നും എടുക്കണ്ടല്ലോ ഇവരെ. കാരണം നമുക്ക് ആവശ്യത്തിനുള്ളവരെ മതി കേട്ടോ. നമ്മൾ ഒരുപാട് ചെയ്താൽ കഴിഞ്ഞ വട്ടം നമുക്കൊരു കംപ്ലയിൻറ്റ് കിട്ടി. കംപ്ലയിൻറ്റ് ഒരു സങ്കടമായിട്ട് പറഞ്ഞതാണ്. കോഴിക്കാർപ്പ് പുള്ളിയുടെ സ്റ്റാറ്റസ് കണ്ടാണ് നമ്മൾ അറിയുന്നത് ഇതൊക്കെ വന്നു എന്ന്. അപ്പോൾ ഞാൻ തന്നെ ഫുൾ ബൾക്കായിട്ട് എടുത്തപ്പോൾ മേടിക്കാൻ അവിടെ ആൾക്കാർ വന്നപ്പോൾ അവിടെ ഇല്ലാണ്ടായി പോയി. പക്ഷേ നമ്മളെ വീഡിയോ കാണുന്ന ആൾ തന്നെയായിരുന്നു കേട്ടോ. നമ്മുടെ സബ്സ്ക്രൈബർ തന്നെയായിരുന്നു, മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി എടുക്കുന്നത്. 2 കാരണമാണ്. നമുക്കൊന്നും ഒരാൾ മതി, പിന്നെ ഒന്ന് നമ്മൾ ഒരുപാട് ക്വാണ്ടിറ്റി എടുത്താൽ പിന്നെ വരുന്നവർ ആഗ്രഹിച്ചായിരിക്കും വരുന്നത്. അപ്പോൾ അവർക്കും കൂടി വല്ലതും വാങ്ങിക്കാൻ വേണ്ടി വേണമല്ലോ. നമ്മളത് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടപ്പെട്ട് വളർത്തുന്നവരല്ലേ, നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നും. അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും നേരം നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടതിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നമ്മൾ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കണം. ഇപ്പോൾ വീഡിയോ നല്ല നല്ല വീഡിയോസ് ഉണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത്. പിന്നെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഒട്ടും മറക്കരുത് കേട്ടോ. ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മുടെ പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ വേണ്ടി കാണാം. അപ്പോൾ അതിൻ്റെ ബൈ നിധി, ബൈ ലക്കി ടാറ്റ. അപ്പോൾ അവനും ആക്റ്റീവായിട്ടിരിക്കട്ടെ. അതിൻ്റെ അപ്ഡേഷനൊക്കെ നമ്മുടെ ചാനലിൽ പുറകെ വരും. അപ്പോൾ അടുത്തൊരു വീഡിയോ വേണ്ടി കാണാം. ബൈ.